ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ കാണാൻ വേണ്ടി പോണ കുറച്ചധികം ബ്രെഡ് റെസിപ്സ് ആണ് കേട്ടോ. ബ്രെഡ് എന്ന് പറയുമ്പോൾ ബേക്കറി സ്റ്റൈലിലുള്ള നമ്മളെ GCCയിലൊക്കെ ഉള്ള ആ ഒരു ബേക്കറി സ്റ്റൈലിലുള്ള ബ്രെഡാണ്. നമ്മളെ നാട്ടിലത്തെ അല്ല. അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടുന്ന ചിക്കൻ റോള്, ചിക്കൻ പൈ, അതേപോലെ തന്നെ പിസ്സ, ടർക്കിഷ് ഫ്രൈഡ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒന്നിച്ചാണ് ഇന്ന് കാണിക്കുന്നത്. അടിപൊളിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ അതിൻ്റെ മാവാണ് റെഡിയാക്കാൻ വേണ്ടി പോണത്. 1 കപ്പ് പാല് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിരുന്നു കേട്ടോ. അതാണ് ആ ചെമ്പിൽ കാണുന്നത്. 1 കപ്പ് പാൽ അളന്നെടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊരു വാമായിട്ട് ആക്കിയെടുത്തതാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പുതിയ ഡേറ്റ് ഉള്ളതായിരിക്കണം. 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല പുതിയതായിരിക്കണം, ഫ്രഷ് ആയിരിക്കണം. പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു 4 ടീസ്പൂൺ നിറച്ച് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ. ആ പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതാ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 കപ്പ് നിറച്ച് ഞാൻ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നല്ല ബ്രാൻഡഡ് ഉള്ളത് പാക്കറ്റിൽ കിട്ടുന്നത് വാങ്ങിക്കുക കേട്ടോ. പിന്നെ അത് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഓയിലാണ്. ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കട്ടോ. ഞാനിവിടെ ഒലിവ് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അളവ് ഇതിനേക്ക് കറക്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോരുത്തർക്ക് കയ്യിലുള്ള മൈദപ്പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് അധികമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കുറവായിട്ടോ വരും. അപ്പോൾ കുറച്ച് പൊടി കൂട്ടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടി കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു പാകത്തിൽ. ഒരുപാട് അങ്ങ് സ്റ്റിക്കി അല്ല, എന്നാൽ ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകത്തിലാണ് വേണ്ടി. നന്നായിട്ട് കുഴച്ച് ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കണം. ഒരു 10-15 മിനിറ്റ് നേരം തന്നെങ്കിലും ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയാൽ മാത്രമാണ് നമ്മളെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. കുഴക്കലിലാണ് ബ്രെഡിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. 1 മണിക്കൂർ ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്താണ്. അതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. കൊത്തി അരിയാന്ന് പറയില്ല, അതുപോലെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക, ഒരുപാട് അങ്ങ് വാടണ്ട. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ വാടിക്കഴിഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം അതാ ഒരു വലിയ സൈസുള്ള ക്യാപ്സിക്കം, അതേപോലെ തന്നെ ഒരു ചെറിയ സൈസുള്ള തക്കാളി ഞാൻ ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു ചെറുതായിട്ടൊരു പച്ച ടേസ്റ്റ് വരുന്ന പോലെയാണ് നമുക്ക് വേണ്ടി കേട്ടോ. കാരണം ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് അങ്ങ് വെന്തോളും, ഒരുപാട് അങ്ങ് വാട്ടിയെടുക്കേണ്ടിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഇതിലേക്ക് ഈ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ എന്ന് പറയുന്നത് ബോൺലെസ് ചിക്കനാണ്. 1/2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതും നമ്മൾ പച്ചക്കറി അരിഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് വേവൊന്നുമില്ല. അതുപോലെ നന്നായിട്ട് ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ എക്സസ് ഉള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലാണ് കറക്റ്റ് പാകത്തിൽ നമുക്ക് ആയി കിട്ടുക. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ വേണ്ടത് നല്ല ജീരകം പൊടിച്ച പൊടി, ക്യുമിൻ പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് പാപ്രിക്കയാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്, ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒറിഗാനോ ഒരു 1/4 ടീസ്പൂണോളം അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. തീ കുറച്ച് വെക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പം പെട്ടെന്ന് ഈ ഒരു ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഹൈ ഫ്ലെയിമിലാക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കനും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളൂ. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിലൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലായി കിട്ടും കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഹൈ ഫ്ലെയിമിലല്ല നമ്മൾ വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് വരും. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കരുത്, നല്ലൊരു ജ്യൂസി പാകത്തിലാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് 1/2 കപ്പ് മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. 1/2 കപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിന് കേട്ടോ. എല്ലാത്തിനും പറ്റുന്ന നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക, ചൂടാറട്ടെ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നോക്കുക. ആ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വേണ്ട, ബോൾ പോലെ ബലൂൺ പോലെ പൊന്തി വന്നത് അത്രയും നന്നായിട്ട് ഇത് റൈസ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നന്നായിട്ട് ആയി വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി വരാമെന്നുള്ള ഒരു ഇതെന്ന് പറയുന്നത് നല്ല മൈദ ആയിരിക്കണം, അതുപോലെ തന്നെ ഈസ്റ്റ് നല്ല പുതിയ ഡേറ്റുള്ള ഈസ്റ്റും ആയിരിക്കണം. അത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ആ ഒരു എയറൊക്കെ ഒന്ന് പോക്കിയെടുക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു രീതിയിൽ ഇങ്ങനെ എയർ ആയിട്ട് വരണം. അത് ഒരുപാട് സമയം വെച്ചിട്ടാവരുത് കേട്ടോ. ഇങ്ങനെ നമ്മളൊരു മണിക്കൂറേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ആയി കിട്ടണ്ടെങ്കിൽ മൈദപ്പൊടിയും അതുപോലെ തന്നെ എടുക്കുന്ന ഈസ്റ്റും ഒക്കെ നല്ല ഫ്രഷ് ആയിരിക്കണം. ഇനിയിപ്പോൾ അത് അതിൽ നിന്ന് ഒരു 4 ഉരുള ഞാൻ ചെറിയ രീതിയിൽ ഒരു പൂരിനെക്കാട്ടും ഒരു ഇത്തിരി വലുപ്പം അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് സൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക എത്രത്തോളം വലുപ്പം വേണം എന്നുള്ളത്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക.
ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ആ ഒരു സൈസിലൊന്ന് പരത്തിയെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും എടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് അതിൻ്റെ നടുവിലൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ ഗ്ലാസ് വരാത്ത ഭാഗത്ത് കുറച്ച് തടിയും ഗ്ലാസ് വെച്ച ഭാഗം കുറച്ചൊന്ന് മെലിഞ്ഞിട്ടും തടി കുറച്ചിട്ടും വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഒരു 2-3 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പിസ്സ സോസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സാധാ കെച്ചപ്പ് ഇല്ലേ, നമ്മളെ കെച്ചപ്പും കുറച്ച് ഒറിഗാനോ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ ഒക്കെ മിക്സ് ചെയ്താൽ ഇതേപോലെ ആ ഒരു നല്ല ടേസ്റ്റ് തന്നെ, സെയിം പിസ്സ സോസിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള സോസായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചാണ്. ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ മഷ്റൂം ഞാനിവിടെ ടിന്നിൽ വരുന്ന മഷ്റൂമാണ് വാങ്ങിച്ചത് കേട്ടോ, ഫ്രഷ് അല്ല. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് മിനി പിസ്സ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മാവും ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ടൈപ്പിലുള്ളത് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം വെച്ച്, തക്കാളി വെച്ച്, പിന്നെ ഇതാ ഒരു മഷ്റൂമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് നമുക്ക് ലാസ്റ്റ് വെക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് മാറ്റി പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ എല്ലാത്തിൽ ഞാനിതാ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു ഡിസൈൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ആദ്യം പ്ലസ് എന്നുള്ള രീതിയിൽ ഒന്ന് അപ്പുറവും ഇപ്പുറവും 4 ഭാഗത്ത് മുറിച്ച് കൊടുക്കുക. പിന്നെ ഇടയിൽ വരുന്ന ഭാഗം ഒരേപോലെ എല്ലായിടത്തും കട്ട് ചെയ്ത് കൊടുക്കുക. അറ്റം വരുന്ന ഭാഗം മാത്രമാണ് ഞാൻ മുറിച്ച് കൊടുക്കുന്നത്. ഇതൊരു ഫ്ലവർ പീസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. 2 എണ്ണം കൂട്ടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. മുറിച്ച് വെച്ചാൽ 2 എണ്ണം ഇല്ല, ആ 2 എണ്ണം കൂട്ടിയിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ മുറിയാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. കത്തി വെച്ചിട്ട് മുറിക്കുന്ന സമയത്ത് ചിലത് മുറിഞ്ഞില്ലെങ്കിൽ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ 2 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഓരോ ഫ്ലവറിൻ്റെ പെറ്റൽസ് ആക്കി എടുക്കുകയാണ് കേട്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് എല്ലാം ഈ 2 ഈച്ച പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആയിട്ട് വരും. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതേപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റൈസ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. മിനിമം 15 മിനിറ്റ്സ്, അരമണിക്കൂർ വേണമെന്നില്ല, ഒരു 50 മിനിറ്റ്സ് എങ്കിലും നമ്മളിതൊന്ന് ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ അത് ഒന്നാമത്തതാണ് കേട്ടോ കാണിച്ചത്. ഫസ്റ്റ് ആണ് കാണിച്ചത് ആ ഒരു ഫ്ലവർ പിസ്സ. ഇനിയിപ്പോൾ രണ്ടാമത്തതാണ് കാണിക്കുന്നത്. ഇതേപോലെ 4 ഉരുള ഒത്തിരി കൂടെ വലുപ്പത്തിലാണ് ഞാൻ എടുത്തത്. നേരത്തെ എടുത്ത ഉരുളനെക്കാട്ടിലും കുറച്ചും കൂടെ വലുപ്പത്തിൽ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഒന്ന് പരത്തിയെടുത്താൽ ഈസിയാണ് കേട്ടോ. അങ്ങനെ ആക്കണം എന്നില്ല, എന്നാലും ആക്കിയെടുത്താൽ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ അതാ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് കീറലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൽ നിന്ന് അവിടുന്ന് ഇവിടം വരെ പകുതി എടുക്കുക. അതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്താണ് ഇങ്ങനെ ഒന്ന് കീറലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പകുതി ഭാഗമാണ് ഇങ്ങനെ വേണ്ടത്. അപ്പോൾ അത് പകുതി ഭാഗം മുഴുവനായിട്ട് ഞാനിങ്ങനെ ഒന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അറ്റം മുറിഞ്ഞു പോകാൻ പാടില്ല, ഉള്ളിലായിരിക്കണം ഈ ഒരു വരട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ ഈ ഒരു കീറൽ വരുന്നത് അറ്റത്തേക്ക് മുറിച്ച് ഒഴിവാക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഈ മുറിക്കാത്ത ഭാഗത്ത് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ച നമ്മളെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇല്ല, അത് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെക്കുക കേട്ടോ, എന്നാലാണ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറും ബ്രെഡ് മാത്രമായിട്ട് തോന്നും നമുക്ക്. ഇനി അതിൻ്റെ മേലെ കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസും കൂടെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ആ കീറൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് അവിടെ വെച്ചിട്ട് കവർ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. ചീസും ആ ഒരു നമ്മൾ വെച്ച ഫില്ലിംഗ് ഒന്നും പുറത്ത് വരരുത്. എന്നിട്ട് നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്തെടുക്കുക. അറ്റത്തൊക്കെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഒരിക്കലും പുറത്ത് വരരുത്. ഇനി ഇതിനെ നമുക്ക് റോൾ ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാം. ഇതാണ് ചിക്കൻ റോള് കേട്ടോ. അപ്പോൾ അതാ ഒന്ന് വലിച്ചിട്ട് ഒന്നിങ്ങനെ കവർ ചെയ്ത് എടുക്കുക. അപ്പോൾ ആ ഒരു ലാസ്റ്റ് നമ്മൾ വരട്ട ഭാഗം ഇതിൻ്റെ മുകളിലൊരു ഡിസൈനായിട്ട് വന്നോളും. ഇനി ഇത് അറ്റം വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു റോളിൻ്റെ ഷേപ്പിലേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ റോള് ഇവിടെ റെഡി ആയിന്. ഇപ്പോൾ ഇതും മാറ്റി വെക്കാം. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഷേപ്പാണ് കാണിക്കുന്നത്. ഇതേപോലെ കുറച്ചൊരു വലുപ്പത്തിലുള്ള ഉരുളാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിൻ്റെ സൈസുള്ള ഉരുള മതി കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മളുണ്ടാക്കിയ സെയിം ചിക്കൻ്റെ ഫില്ലിങ് തന്നെയാണ്. അത് നീളത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ.
ആ ഒരു ഓവൽ ഷേപ്പിലാണ് ഞാൻ ഈ ഒരു ചപ്പാത്തി പരത്തിയത്. അതിന് ശേഷം ഞാൻ നീളത്തിൽ കുറച്ച് ഫില്ലിങ് അത്യാവശ്യം നല്ലോണം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫില്ലിങ് നല്ലോണം വെച്ചാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ചീസൊന്നും വേണ്ട, ജസ്റ്റ് ഇതിനൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. റോള് പോലെ ഇങ്ങനെ നീളത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. എല്ലായിടത്തും പ്രസ് ചെയ്ത് കൊടുക്കണം, അറ്റത്തൊക്കെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിനൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ മാവാണെങ്കിൽ ഒരു ഇത്തിരി സ്റ്റിക്കി ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഒട്ടിക്കിട്ടും. എന്നിട്ട് ഇതിനെ തിരിച്ചിടുക. അപ്പോൾ അത് തിരിച്ചിട്ട സമയത്ത് ഇത് കണ്ടില്ല, ആ ഒരു പിന്നെ തോണിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ പ്രസ് ചെയ്ത് ഇതിനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടിട്ടോ, നമ്മളെ ഫില്ലിങ് ഇതൊന്നും പൊട്ടി പുറത്ത് വരരുത്, ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീളത്തിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഭാഗം മാത്രം ഒന്നിങ്ങനെ കത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ തുറന്നു വരും. അപ്പോൾ നമ്മൾ ഒട്ടിച്ച ഭാഗം അടിയിലാണ് ഉള്ളത്, ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തോണീൻ്റെ ഷേപ്പിൽ ആയിട്ട് വരും. എന്നിട്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുറന്ന പോലെ വരും. അപ്പോൾ ഈ ഫില്ലിങ് ഇതാ കുറച്ചിങ്ങനെ പുറത്ത് കാണുന്നത് കണ്ടില്ല, ആ ഒരു ഫില്ലിങ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുത്ത ഒരു ലുക്ക് വരും ഇതിന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫില്ലിങ് വരുന്ന ഭാഗമില്ല, അവിടെ നമ്മൾ ചീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആ ഫില്ലിങ് നമുക്ക് കാണണ്ട, ചീസ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ അത് നിറച്ച് ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരുപാട് ചീസൊന്നും വേണ്ട കേട്ടോ, അതിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ തന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല, കുറഞ്ഞ സാധനം കൊണ്ട് ഇൻഗ്രീഡിയൻസ് നല്ല ഉണ്ടാക്കിയ സാധനം ക്വാണ്ടിറ്റിയും കുറവാണ്, എന്നാൽ ഒരുപാട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഐറ്റം. അത് ടർക്കിഷ് പൈഡാണ് അത് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ നാലാമത്തതാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഉരുളെടുക്കുക, ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആ ഒരു ചിക്കൻ ഫില്ലിംഗ് ആണ് വെക്കുന്നത്. അപ്പോൾ അതാ ഒരു പകുതി ഭാഗത്താണ് ഞാൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പകുതി ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ വെച്ച് കൊടുക്കുക. എല്ലായിടത്തും ഫില്ലിംഗ് വരുന്ന രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കണേ. ഞാനെപ്പോഴും പറയുന്നതാണ്, ഫില്ലിങ് അത്യാവശ്യം നല്ലോണം ഉണ്ടെങ്കിൽ തന്നെയാണ് എല്ലാം ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ വെറും ഒരു ബ്രെഡ് തിന്നണ പോലെയാണ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ അത് ഫില്ലിങ് അത്യാവശ്യം നല്ലോണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി വരുന്ന പകുതി ഭാഗമില്ല, പകുതി ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതി ഭാഗമില്ല, അവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സ്ട്രോ ആണ് കേട്ടോ, വലിയ ടൈപ്പിലുള്ള ഒരു സ്ട്രോ ആണ്. ആ സ്ട്രോ വെച്ചിട്ട് ഇതിനൊന്ന് കുത്തിയിട്ട് ഇതിൻ്റെ അങ്ങനെ വട്ടം വട്ടം കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഫില്ലിങ് അങ്ങ് എടുത്താളുക. അടിയിലുള്ളത് ഫില്ലിംഗ് അല്ല, നമ്മൾ ആ മുറിച്ച സാധനം. അപ്പോൾ ഒരു ഡിസൈനായിട്ട് വന്നോളൂ. അപ്പോൾ ആ ഒരു പകുതി വരുന്ന ഭാഗം മൊത്തം ഞാൻ ഇതേപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ മുടിയോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി, ഈ ഒരു ഷേപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഉള്ളിൽ നമ്മൾ മുറിച്ച് വെച്ചത് അതങ്ങ് എടുത്ത് മാറ്റുക. എന്നിട്ട് അത് അടുത്ത മാവിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ മതി. എന്നിട്ട് അതിനെ കവർ ചെയ്തിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, തുറന്നു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. എന്നാലും നമ്മളത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസാല പുറത്തേക്ക് വരിക ഒന്നും ചെയ്യില്ല കേട്ടോ, നല്ല ഭംഗി തന്നെ കിട്ടും. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നാലാമത്തെ ഐറ്റം കേട്ടോ, നാലാമത്തെ ബ്രെഡ്. ഇത് ചിക്കൻ പൈ ആണ്, ചിക്കൻ പൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഒന്ന് ലാസ്റ്റ് ഞാൻ സാധാ നമ്മളെ വെജിറ്റബിൾ പിസ്സ ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൽ ചിക്കൻ ഇല്ല, വെജിറ്റബിൾസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഐറ്റം ഇതാ, പിസ്സ ഉണ്ട്, ടർക്കിഷ് പൈഡ് ഉണ്ട്, പിന്നെ വേണ്ടി നമ്മളെ ഫ്ലവർ പിസ്സ ആണ് ഇട്ടത്, ഫ്ലവർ പിസ്സ. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണിത്. ഇപ്പോൾ അതാ നമ്മളെ ചിക്കൻ പൈ ആണിത്. ഇത് നമ്മളെ ചിക്കൻ റോളാണ്. അപ്പോൾ എല്ലാം കണ്ടല്ലോ, എല്ലാ സാധനവും നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ടൻ്റെ യെല്ലോ മാത്രമാണ് ഇട്ടത്, യെല്ലോ പാർട്ട് മാത്രമാണ്, അതൊന്ന് കലക്കിയെടുത്തതാണ്. എന്നിട്ട് ഇതാ ജസ്റ്റ് ചെറുതായിട്ട് അറ്റം വരുന്ന ഭാഗമില്ല, അവിടെ മാത്രം ഇങ്ങനെ ഒന്ന് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ്. എല്ലായിടത്തും ഇതേപോലെ ഒന്ന് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് കരിഞ്ചീരകമാണ് ഇട്ടത്, കലോഞ്ചി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഈ ഒരു പുറത്ത് നമ്മൾ മുട്ട തേച്ച ഭാഗത്ത് മാത്രം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടി വെളുത്ത എള്ളില്ല, വെള്ള എള്ള്, അതും കൂടെ ഇതിൻ്റെ മേലൊന്ന് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ആ ഒരു എള്ളും എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇതന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തത് ഞാനെല്ലാം മുട്ട മാത്രമാണ് തേച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മുട്ടയും തേച്ചിന് വെളുത്ത എള്ളും ഇട്ട് കൊടുത്തിക്കണേ, വെള്ള എള്ള് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുട്ട മാത്രമാണ്, മുട്ട മാത്രം. പിന്നെ പിസയിലൊന്നും ചെയ്യേണ്ടില്ല, ഇത്രയും. ഇനി ഇതെല്ലാം നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം 15 മിനിറ്റാണ് ഓരോന്നും ഞാൻ ബേക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഹൈ ഹീറ്റിൽ ചെറിയ സമയത്ത് ചെയ്തെടുക്കുക.
ഇപ്പോൾ അതാ മഷാല്ല നമ്മൾ അടിപൊളി എല്ലാ ബ്രെഡും ഞാനിവിടെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടിപൊളിയല്ല, നമ്മളിത് പുറത്തുനിന്നൊക്കെ കാണുന്ന പോലല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കില്ല. അത്ര അടിപൊളിയായിട്ടുള്ള ടെക്സ്ചറിലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഐറ്റംസ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു പാർട്ടിക്കൊക്കെ തിളങ്ങാൻ പറ്റിയതാണ് അല്ലേ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് ഐറ്റംസും ആവും, എന്നാൽ നമുക്ക് ഒരുപാട് മെനക്കെടില്ല. എല്ലാം ഒരേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കണത്, എന്നാൽ തിന്നുമ്പോൾ എല്ലാം ഒരേ ടേസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചാലല്ല കേട്ടോ. തിന്നുമ്പോൾ എല്ലാം വേറെ വേറെ തന്നെയാണ്. അത് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. നല്ല സോഫ്റ്റ് ടെക്സ്ചറിലുള്ള ബ്രെഡാണ്, അതുപോലെ തന്നെ ഫില്ലിങ്ങും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടൈപ്പിലുള്ള അറബിക് ബ്രെഡുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു തംസപ്പ് എന്തെങ്കിലും ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഉന്മേഷമാണ് നിങ്ങൾ തരുന്ന ഓരോ കമൻസും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് തന്നെ വിചാരിക്കുന്നത്. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.